ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരൻചുള്ളികൾ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദുരൂഹതയെക്കുറിച്ച് നമ്മൾ ഇതിനു മുന്നേയുള്ള ചില വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വിഷു കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം അവിടെയുള്ള ഒരു പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നുള്ളതായിരുന്നു ആദ്യം നമ്മൾ കേട്ട വാർത്ത. പക്ഷേ അതത്ര വിശ്വസനീയമായി തോന്നിയില്ല. കാരണം ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ജിസ്മോള് ഒന്ന് കൈമുറിച്ചിട്ടാണ് പോകുന്നത്. കൈമുറിച്ച് രക്തം വാർന്നു പോകുന്ന ഒരാൾ ഏകദേശം 4 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു പോകണം. അതേപോലെ തന്നെ ഈ മക്കളുടെ കാര്യം, മക്കളുടെ ശരീരത്തിനുള്ളിൽ വിഷാംശം ചെന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹാർപ്പിക്കൊക്കെ കുടിപ്പിച്ചെന്ന് കേട്ടോ. ഹാർപ്പിക്ക് കുടിച്ചാൽ മരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ വിഷാംശം ഉള്ളിൽ ചെന്ന കുട്ടികൾ അവശതയായിട്ടുണ്ടാകും. ഈ അവശത കുട്ടികൾ സ്കൂട്ടറിൽ ഇരുത്തിയാണ് കൊണ്ടുവന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരാളെ പുറയിലിരുത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് താരതമ്യേന പോസിബിൾ അല്ല. മാത്രമല്ല അവശരമായ സാഹചര്യത്തിൽ കുട്ടികൾക്ക് അങ്ങനെ പിടിച്ചിരിക്കാനും പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ദുരൂഹമായ സാഹചര്യത്തിൽ സ്കൂട്ടർ ഓടിച്ച് പോകുന്നു. CCTVയിലൊന്നും പതിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ആ പ്രദേശത്തുകാരനായിട്ടുള്ള ഡോക്ടർ വിനോദ് ഭാസ്കർ അദ്ദേഹം ചില ഫൈൻഡിങ്സ് നടത്തിയിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ ചാനൽ നേരത്തെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം മറ്റ് ചില ചാനലിൽ കണ്ട വീഡിയോ എടുത്തിട്ടാണ് ഞാൻ നേരത്തെ റിയാക്ഷൻ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ചാനൽ കിട്ടി. കാരണം അദ്ദേഹം തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചാനൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ചാനലിൽ കഴിഞ്ഞ ദിവസം വിനോദ് ഭാസ്കർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കുറെ കൂടി ഇതിന്റെ ദുരൂഹതകൾ വെളിവാക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വിനോദ് ഭാസ്കറിന് എന്നോട് പറയാനുള്ള ഒരു കാര്യം, അദ്ദേഹം ഇക്കാര്യത്തിൽ മറ്റുള്ളവരെ പോലെയല്ല, ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ വിഷയത്തിൽ. അങ്ങോട്ട് ആ പ്രദേശത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ചില ഫൈൻഡിങ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇന്നിപ്പോ നോക്കാൻ പോകുന്നത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആ കുട്ടി ചാടിയ ആ ഒരു ആറ്റിന്റെ കടവിലേക്ക് ഉള്ള ദൂരം ഒന്ന് അളക്കുകയാണ്. അത് തന്നെയല്ല, അതിനകത്ത് കുറച്ച് ദുരൂഹതകളുണ്ട്. കാര്യം ഒരു പാലം കടന്നിട്ട് വേണം പോകാൻ. ആ പാലത്തിന് വേണ്ട പട്ടമടം പാലം ഞാൻ കാണിക്കാം. ആ പാലം കടന്നിട്ട് വേണം പോകാൻ. അപ്പൊ ആ പാലത്തിൽ നിന്ന് ബോഡി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. അവിടെ ഒരു അകവലും ഉണ്ട്, അങ്ങ് ദൂരെ മാറി. ആ അകവലം എന്ന് പറഞ്ഞാൽ ഒരു വളവും അവിടെ ഒരു നല്ല നീർച്ചൊഴിവുണ്ട്. അവിടെയാണ് ഈ ബോഡികളെല്ലാം അടിഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം പാലത്തിന്റെ അവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു സാധനം അവിടെയായിരിക്കും അടിയുന്നത്. ഞാൻ വഴിയെ കാണിക്കാം. ഈ സംഭവത്തിൽ ആദ്യം കേട്ടിരുന്നത് ഇവർ വെള്ളത്തിൽ ചാടുന്നു. ഈ വെള്ളത്തിൽ ചാടിയ സ്ഥലത്ത് തന്നെ ഇവരുടെ ശരീരം പൊങ്ങി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ഫൈൻഡിങ്സ് ഇതിനകത്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഈ പട്ടണമടം പാലം എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ട്. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക. ഈ പാലത്തിൽ നിന്നും അവരെ താഴേക്കിട്ടതായിരിക്കാം. മരണപ്പെട്ടതിന് ശേഷം ഇവരെ കൊണ്ടുവന്ന് താഴേക്കിട്ടതായിരിക്കാം. അവിടെ നിന്ന് ഈ ശവശരീരങ്ങൾ ഒഴുകി ഈ ശരീരം കണ്ടെടുത്ത സ്ഥലം അവിടെ അടിഞ്ഞതായിരിക്കാം എന്നുള്ളത് ഇയാളുടെ ഫൈൻഡിങ്സ്. അദ്ദേഹം ഒരു കാറിൽ തന്നെ യാത്രയാണ്, കൂടെ ഒരാൾ കൂടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പോകുന്ന വഴി കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് പോകുന്നത്. എങ്ങനെയായിരിക്കാം ഇവർ ട്രാവൽ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടാവുക, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ബാക്കി കണ്ടു നോക്കാം. ഈ വഴിയാണ് പോകാൻ പോകുന്നത്. നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് നേരെ നീർക്കാട് പോകുന്നു. ഇതാണ് നീർക്കാട് പള്ളിയുടെ ഹോള്. ഇവിടെ നമ്മൾ ഇടത്തോട്ടാണ്. ഇതിപ്പം ഏകദേശം ഈ സമയത്തോടു കൂടിയാണ് ജിസ്മോൾ പോയെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നേരെ പോകുന്നത് പള്ളിയിലോട്ട് പോകുന്നത് ഇത് നീർക്കാട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നീർക്കാട് പള്ളി ജംഗ്ഷനിലേക്കാണ്. അവിടെ ആദ്യത്തെ CCTV ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ജംഗ്ഷനാണ്. ഈ സമയത്താണ് ഏകദേശം ജിസ്മോൾ ചാടാൻ പോയത്. നിങ്ങൾ കണ്ടോണം, ആദ്യത്തെ CCTV ക്യാമറയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇതിനകത്ത് ഈ പള്ളിക്കാരുടെ അവര് സത്യത്തിന് വേണ്ടി നീ പോരാടുകയാണെങ്കിൽ കാണിക്കാം. കണ്ടോ CCTV ക്യാമറ ആണോ? ഇതാണ് ആദ്യത്തെ CCTV ക്യാമറ. ഇനി നമ്മൾ വഴിയിലേക്ക് പോവാം. ഇപ്പൊ തന്നെ 100 മീറ്ററേ ആയിട്ടുള്ളൂ. 100 മീറ്ററിലാണ് ആദ്യ CCTV ക്യാമറ. ഇവിടുന്നാണ് സമരം ഉണ്ടായത്. അവിടുത്തെ രണ്ടാമത്തെ CCTV ക്യാമറ ഇത് കണ്ടോ? ആ മജന്ത വണ്ടിയുടെ മേളിൽ കണ്ടോ? വണ്ടിയുടെ മേളിൽ കണ്ടോ രണ്ടാമത്തെ CCTV ക്യാമറ. ആദ്യത്തെ 100 മീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ തന്നെ 2 CCTV ക്യാമറകൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തൂടെ പോകുന്നത്, ഒരു പള്ളിയുടെ മുൻവശത്തൂടെയാണ് പോകുന്നത്. അതിൽ വഴിയിലൂടെ ആളുകളൊക്കെ പോകുന്നുണ്ട്. ഇവരാരും ജിസ്മോളെ കണ്ടില്ല വണ്ടി ഓടിച്ചു പോകുന്നത്. മാത്രമല്ല, ഈ CCTV ക്യാമറകൾ ദൃശ്യത്തിലില്ല എന്ന് പറഞ്ഞാൽ ദൃശ്യം കൊടുത്തിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത്. ഇവർ ഓടിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർ കൊടുക്കേണ്ടതാണ്. അതായത് ഈ വീട്ടുകാർക്ക് ഫേവറബിൾ ആയിട്ടാണ് സിറ്റുവേഷൻ എങ്കിൽ, ഇവർ അത്യാവശ്യം പൊളിറ്റിക്കലി സ്വാധീനമുള്ളവരാണ്, നല്ല പണക്കാരാണെന്ന രീതിയിലാണ് ഈ ജിസ്മോളുടെ ഒരു സുഹൃത്ത് ഒരു ചാനലിലൂടെ ഇന്റർവ്യൂയിലൂടെ പറയുന്നത്. ഇവരൊക്കെ വലിയ ആൾക്കാരാണ്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ്, നമുക്ക് അങ്ങനെ എതിരിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ്, സ്നേഹം കൊണ്ട് ഭർത്താവിനെ കീഴടക്കുമെന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രതീക്ഷ വേണ്ടി ജീവിച്ചിരുന്ന പെൺകുട്ടിയാണിത്. മാത്രമല്ല, നോട്ടറി എക്സാംസ് അല്ലെങ്കിൽ നോട്ടറി ലൈസൻസും ഒക്കെ ലഭിക്കാൻ ഇരിക്കുന്നൊരു സമയത്താണ് ഇവർ മരണപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലൊക്കെ സ്വാധീനമുള്ളൊരു വീട്ടുകാർക്ക് ഇതൊരു
ആത്മഹത്യയായിരുന്നെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ആളുകളുടെ പള്ളിയിലടക്കമുള്ള ആളുകൾക്കിടയിൽ അവർക്ക് സ്വാധീനം ഉണ്ടാവുമല്ലോ, നാട്ടുകാർക്കിടയിൽ സ്വാധീനം ഉണ്ടാവും. അതിൽ നിന്നും ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയത് പുറത്തുവിട്ടാൽ മതി, ഇത് വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കുന്നതിൽ എന്തൊക്കെയൊരു ദുരൂഹത നമ്മളിതിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ പോകുന്നതിന് മുമ്പ് ഒരു ജംഗ്ഷനിലൂടെ പോകുന്നു. ഈ ജംഗ്ഷനിലൊക്കെ ഒരാളെങ്കിലും ഉണ്ടാവില്ലേ, ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. ഇവരൊന്നും കാണാതെയാണ് ജിസ്മോൾ അതിലൂടെ പോയിരിക്കുന്നത്. ബാക്കി കണ്ടു നോക്കാം. ഒരു ആ വീടിന് കാര്യം ഈ വീട്ടില് ഇതുണ്ട്. ഈ വീട്ടിലൊരു CCTV ക്യാമറ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വീട്ടില് ആ CCTV ക്യാമറ ചേച്ചി ഇരിക്കുന്ന CCTV ക്യാമറ ഞാൻ കാണിക്കാം. കണ്ടോ, അതൊരു CCTV ക്യാമറ, ഏകദേശം 300 മീറ്റർ. കണ്ടോ, 300 മീറ്റർ ആയപ്പോഴേക്കും ഏകദേശം 4 CCTV ക്യാമറയും ഒരു ജംഗ്ഷനും കവർ ചെയ്തു പോയി. 4 CCTV ക്യാമറയിൽ ഒരിടത്ത് പോലും പതിഞ്ഞിട്ടില്ല. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം. ഇനിയിപ്പോൾ ചിലപ്പോൾ CCTV ക്യാമറ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ AI ഒക്കെ കാലഘട്ടമാണല്ലോ. ആത്മഹത്യ ചെയ്യാൻ പോകുന്നതാണെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ വീഡിയോ പകർത്തണ്ട എന്ന രീതിയിൽ ഇനി അങ്ങനെ വല്ല കോൺഫിഗറേഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരു TV ആണെന്ന് എനിക്കറിയില്ല. ഞാൻ AI ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ടെക്നോളജി ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ആ പ്രദേശത്ത് കണ്ടുപിടിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോഡിയുടെ ഇച്ചിരി പഴക്കവും അല്ലെങ്കിൽ കൊന്നിട്ടിട്ട് ആലായിരിക്കും ഇത് പൊങ്ങുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത്. നല്ല ഒഴുക്കുള്ള സ്ഥലത്താണ് ചാടിയിടത്ത്. സപ്പോസ് ഞാൻ കാണിക്കാം, അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ചാടി കഴിഞ്ഞാൽ ഏകദേശം കിലോമീറ്റർ അകലേ ഉള്ളൂ സാധനം പൊങ്ങുള്ളൂ, അല്ലെ? ഇതിപ്പോ നമുക്ക് കാണാം, ചാടിയടുത്ത് തന്നെ കിട്ടിയെന്നാ പറയുന്നത്. ഒരു അകവലുവിലാണ് ഈ ബോഡികളെല്ലാം കണ്ടിരിക്കുന്നത്. ഈ അകവലുവ് എന്ന് പറഞ്ഞാൽ ഒരു വളവ് വരുന്നിടത്ത് ഈ പറയുന്ന ഒഴുക്ക് ഒരു ഇത് വേർപൂൾ, അതായത് ചുഴി വരും. അതിനാണ് അകവലിവ് എന്ന് പറയുന്നത്. ഈ അകവലിവ് എന്ന് പറയുന്ന അകവലിവുള്ള സ്ഥലത്ത് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു, നമ്മളുടെയൊക്കെ നമ്മുടെ നാട്ടിൽ പെരിയാർ ഒരു U ഷേപ്പിലാണ് ഒഴുകുന്നത്. അതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കാര്യം. ഇത് ഒരു ടേൺ പോലെ എടുക്കുമ്പോൾ ഈ വെള്ളത്തിൽ ഈ വളവുകളിൽ എത്തുമ്പോഴേക്കും ഒരു സൈഡിൽ വളരെ വേഗത്തിൽ ഒഴുകും, മറ്റേ സൈഡിൽ കുറച്ച് സമയം എടുത്ത് ഒഴുകേണ്ടി വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോഴേക്കും ഒരു ചുഴി രൂപപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു വേർപൂൾ പോലെ ഒരു സംഭവം അവിടെ രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ആ സ്ഥലത്താണ് ഇത് അടിഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം ഇവിടെ നിന്ന് താഴേക്കിട്ടതാകാം എന്നുള്ളതാണ്. ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ ഇദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം, ഈ ബോഡി വെള്ളത്തിലേക്ക് വീണതിന് ശേഷം കുറഞ്ഞ സമയത്തിനുള്ളിൽ ബോഡി മുകളിലേക്ക് ഉയർന്നു വന്നു. സാധാരണഗതിയിൽ ഒരു ബോഡി അഴുകാനോ ഉയർന്നു വരാനും എടുക്കേണ്ട സമയത്തേക്കാൾ കുറവ് സമയം കൊണ്ടാണ് ഇത് ഉയർന്നു വന്നതെന്ന് പറയണേ. അതായിരുന്നു അതിന്റെ ഫൈൻഡിങ്സ്. പക്ഷെ അന്ന് ഞാൻ ചോദിച്ചൊരു സംശയം എന്ന് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതിന് ശേഷമാണ് മരണപ്പെട്ടതെന്നാണ്. അപ്പോൾ എങ്ങനെയായിരിക്കാം മരിച്ചത്? അതിനൊരു സാധ്യത ഇദ്ദേഹം പറയുന്ന പോലെയാണെങ്കിൽ അവരെ നേരത്തെ തന്നെ ഡ്രോൺ ചെയ്തിട്ടുണ്ട് ഉണ്ടാവണം. ഇപ്പൊ വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനിടയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിനിടയിലോ അവരെ വെള്ളത്തിൽ മുട്ടി ശ്വാസം മുട്ടിച്ച് കൊല്ലാണ് ശ്രമം നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ വെള്ളം വായടകത്ത് പോയതാവാം. പക്ഷെ കൂടുതൽ രാസപരിശോധന നടത്തിയാൽ അറിയാൻ പറ്റുള്ളൂ ഉള്ളിൽ കിടക്കുന്ന വെള്ളം പുഴയിൽ നിന്നുള്ള വെള്ളമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളമാണോ എന്നുള്ളത്. എന്തായാലും മരിച്ചു കഴിഞ്ഞൊരു ശരീരത്തിന് ജലം അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മെക്കാനിസം നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒന്നുകിൽ ഇത് ആത്മഹത്യ തന്നെയാണ്, ഇദ്ദേഹത്തിന്റെ ഫൈൻഡ് സെറ്റാകാം. അല്ല എങ്കിൽ ഇദ്ദേഹം പറയുന്ന പോലെ നേരത്തെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ സാഹചര്യം കൂടെ നമുക്കൊന്ന് നോക്കാനുണ്ട്. നേരത്തെ മരണപ്പെട്ട് പാലത്തിൽ കൊണ്ടുവന്നിട്ടതാകാം, അവിടെ നിന്ന് ഒഴുകിയായിരിക്കണം ഈ ശരീരം അവിടെ പോയി അടിഞ്ഞിരിക്കുന്നത്. ഈ പാലം പട്ടർമണം പാലം, ഇതിന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന ഇടത്തോട്ടാണ് ഒഴുക്ക് നടക്കുന്നത്. കുഞ്ഞൊരു നാരോ പാലമാണ്, ഇടത്തോട്ട് ഒഴുക്ക് നടക്കുകയാണ്. ഇതാണ് ഈ ഇതുണ്ടോ 6, ഇതാണ് ഇതിന്റെ 6. നമ്മളെത്തിയില്ല. ഈ പട്ടർമണം പാലത്തിൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനെ നോക്കുകയാണെങ്കിൽ ഈ കാഴ്ചക്കാരുടെ ഇടത്തോട്ടാണ് ഒഴുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പട്ടർമണം പാലത്തിൽ നിന്ന് നമ്മളൊരു ബോഡി താഴെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഇടത്ത് വശത്ത് അങ്ങ് ദൂരെ പോയേ അടിയുള്ളൂ. ഏതാ ഒരു അകവലുവിലെ അടിയുള്ളൂ. അത് ഞാൻ കാണിക്കാം. അവിടെയാണ് ഈ ബോഡി കണ്ടിരിക്കുന്നത്. നമ്മൾ ഇച്ചിരി സൂം ചെയ്തേക്കാം. അപ്പൊ പട്ടർമണം പാലം കയറാൻ പോവുകയാണ്. പട്ടർമണം പാലം കയറുന്നു. എടുത്തിട്ട് പിടിച്ച് കണ്ടോ, അങ്ങ് ആ കാണുന്ന പൊക്കിപ്പിടി കണ്ടോ, അത് കണ്ടോ, ആ ബിൽഡിംഗ് കണ്ടോ, ആ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിരിക്കുന്നത്. ആ ബിൽഡിംഗ് കണ്ടോ, കണ്ടോ, ആ ബിൽഡിങ്ങിന്റെ ഈ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിരിക്കുന്നത്. കണ്ടോ, ഒരു വളവ് കണ്ടോ, ആ വളവിങ്കലാണ് ബോഡി അടിഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് സാധനം ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇത് പാലമാണ്, ഇവിടുന്ന് വെള്ളം ഒഴുകിയാണ്. ഇവിടുന്ന് ബോഡി ഇട്ട് കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി അവിടെ പോയി അടിയുള്ളൂ. നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഇത് കുറെ കൂടി റിലേറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അതെന്താണെന്ന് പറയാൻ കാരണം, ഒഴുക്കുള്ള പുഴയാണ് അല്ലേ? സാമാന്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം,
ഈ ഒഴുക്കുള്ള പുഴയിലേക്ക് ഒരു ബോഡി വീണ് കഴിഞ്ഞാൽ, അത് നമ്മൾ ജീവനോടെ തന്നെ പുഴയിലേക്ക് വീണാലും അല്ലെങ്കിൽ ജീവനില്ലാതെ വീണാലും വീണിടത്ത് തന്നെ പുഴയിൽ പൊങ്ങാൻ കഴിയില്ല. ഒഴുക്കുണ്ട്. ഈ ഒഴുക്കിനനുസരിച്ചിട്ട് മുന്നോട്ട് നമ്മൾക്ക് അതറിയാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരിയാർ പുഴയുടെ അരിയത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു ശരീരം വീണിടത്തായിരിക്കില്ല കിടക്കുക. അത് ഒഴുക്കിൽ മുന്നോട്ട് കുറച്ചുകൂടെ പോകും. അത് ഒഴുകിപ്പോയി വേറൊരു സ്ഥലത്തായിരിക്കും അടിയുന്നത്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ്സ് അനുസരിച്ച് ഈ പാലത്തിൽ നിന്നായിരിക്കണം താഴേക്ക് ഇട്ടിരിക്കുന്നത്. ആ ഇട്ടിരിക്കുന്ന സംഭവം നേരെ പോയി നേരത്തെ പറഞ്ഞ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ ഒരു വളവുണ്ടല്ലോ, വേർപ്പുള് രൂപപ്പെടാൻ സാധ്യതയുള്ള വളവ്, അവിടെ എത്തിയതിന് ശേഷം ഒരുപക്ഷെ ഈ വേർപ്പുള്ളിൽ പെട്ടത് അവിടെ ചുറ്റിയിട്ടുണ്ടാവണം. പിന്നീട് അത് തീരത്തേക്ക് മാറി അടിഞ്ഞിട്ടുണ്ടാവണം. ഇതായിരിക്കണം അവിടെ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം നേരത്തെ തന്നെ അഴുകി തുടങ്ങിയിട്ടുണ്ടാകും. എന്നാലേ ഇത് ശരീരം പെട്ടെന്ന് ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയും കൂടി അവിടെ ഉണ്ടാകുകയുള്ളൂ. ഇനി ഇദ്ദേഹം അവിടെ എത്തിച്ചേർന്ന ശേഷം ചില ഫൈൻഡിങ്സുകൾ പറയുന്നുണ്ട്, അത് നോക്കാം. നമ്മൾ ആ പാലത്തിൽ നിന്ന് കണ്ട ആ ബിൽഡിംഗ് ഇല്ലേ, അത് കണ്ടില്ലേ, അതാണ് ഇത്. അതാണ് ആ ഗോകുലുവിന്റെ അവിടെയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ വേറൊരു CCTV ഉണ്ട്. ഇത് കണ്ടോ, ആശ നോക്കിയിരിക്കുന്നുണ്ടോ CCTV കണ്ടോ? ഈ സാധനമാണ് നമ്മൾ പാലത്തിൽ നിന്ന് കണ്ടത്. ഈ ബിൽഡിംഗ് കണ്ടോ, ഇവിടെയാണ് ചാടിയെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കാണിക്കാം. ഇവിടെ അത്രയും ഒഴുക്കുണ്ട്. മാലിന്യം ഇടരുത്, കണ്ടോ, മാലിന്യം ഇടരുത്, അവിടെ ഇറങ്ങരുതെന്ന് നമ്മളൊരു ബോർഡുണ്ട് കണ്ടോ. കണ്ടോ, ഈ വഴിയാണ് ചാടരുത്. അപ്പൊ ഇത്രയും CCTV ദൃശ്യങ്ങൾ ഇരിക്കുക. അവിടെ വലിയ ഒഴുക്കാണ് നടക്കുന്നത്. കണ്ടോണം, നിങ്ങളെ കാണിക്കാം ഞാൻ. വലിയ ഒഴുക്കാണ്. ഈ വലിയ ഒഴുക്കിന്റെ ഇടയ്ക്കാണ് പുള്ളിക്കാരത്തി ചാടിയത്. കാണിക്കാവോ? സൂം ചെയ്തിട്ട് ആ ഒഴുക്കിന്റെ ആ ഇന്റൻസിറ്റി ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ചെരിച്ച് താഴോട്ട് പിടി. അതിനകത്ത് വെള്ളം കാണുന്നുണ്ടോ? കണ്ടോ, കണ്ടോ ആ ഒഴുക്ക് കണ്ടോ? ഇതാണ്, ഇവിടെയാണ് ചാടിയത്. ഈ ഒഴുക്കത്താണ് ബോഡി ഇവിടെ തന്നെ അടിഞ്ഞെന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ആ കോൺട്രഡിക്ഷൻ, അതായത് ആ പാലത്തെ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ബോഡി ഇവിടെയാ വരുന്നത്. ഈ സ്ഥലത്തേക്ക് എത്തുന്നതിനിടയിൽ ഏകദേശം 7 CCTV ക്യാമറകളുണ്ട്. 4 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിരിക്കുന്നത്. 4 കിലോമീറ്ററിനിടയിൽ 7 CCTV ക്യാമറകൾ, 3 ജംഗ്ഷൻ. ഇതെല്ലാം കടന്നു അവർ സമരം നടന്ന ജംഗ്ഷൻ കൂടെ അവർ കാണിക്കുന്നുണ്ട്. അത്രയും സ്ഥലത്തൂടെ കടന്നുപോയ ജിസ്മോളും മക്കളുമാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ പോയി പുഴയിൽ ചാടിയത്. എന്ന് മാത്രമല്ല, നമ്മൾക്ക് ആ പുഴയുടെ ദൃശ്യം കാണുന്നുണ്ട്. നല്ല ഒഴുക്കുള്ള പുഴയാണ്, അല്ലാതെ വെറുതെ സ്റ്റാഗ്നേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു പുഴയല്ല. നല്ല ഒഴുക്കുണ്ട് ആ സ്ഥലത്ത്. ആ ഒഴുക്കുള്ള സ്ഥലത്തേക്ക് വീഴുന്നു, അവിടെ തന്നെ അടിയുന്നു. ഇതിലൊക്കെ കൃത്യമായ ദുരൂഹതകളുണ്ട്. ഈ വിനോദ് ഭാസ്കറിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് എനിക്കൊന്ന് വളരെ ക്രൂഷ്യലാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ കേട്ട പോലെ നല്ല സ്വാധീനമുള്ള വ്യക്തികളാണ്. ഇപ്പൊ ഇതിനകത്ത് കെട്ടിയോനെയും അമ്മായമ്മ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മായിയമ്മ മോഹൻലാസപ്പെട്ട് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന പോലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇത്തരം സ്വാധീനമുള്ള ആൾക്കെതിരെ ഇത്ര ശക്തമായിട്ടുള്ള ചില ഫൈൻഡിങ്സുമായിട്ട് ഈ വിനോദ് വരുമ്പോൾ അദ്ദേഹം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. കാരണം ആളുകൾ ഒന്നല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ നിങ്ങൾക്കെതിരെ ഒരു കേസെങ്കിലും കൊടുക്കും, ഡിഫേമേഷൻ കേസെങ്കിലും അവർ കൊടുക്കും. അവർ അനാവശ്യമായിട്ട് ഇതിനകത്തേക്ക് വലിച്ചു കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ വിനോദ് ഭാസ്കർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കണമല്ലോ. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം, ബോഡി ഇത്രയും കുറഞ്ഞ സമയത്ത് എങ്ങനെ പൊങ്ങി വന്നു. രണ്ടാമത് ഈ CCTV 7 CCTV 3 ജംഗ്ഷൻ, ഇവിടെ ഒന്നിലും ആരുടെയും കണ്ണിലും പതിഞ്ഞിട്ടില്ല, CCTVയിലും പതിഞ്ഞിട്ടില്ല. അവർ 4 കിലോമീറ്റർ വീട്ടിൽ നിന്ന് സഞ്ചരിച്ച് പുഴയുടെ അരികത്തെത്തി. രണ്ടാമത് നല്ല ഒഴുക്കുള്ള പുഴയിൽ അവിടേക്ക് ചാടി അവിടെ തന്നെ ശരീരം അടിയുന്നു. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ദുരൂഹതകൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. എന്റെ ഒരു സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 15-ാം തീയതിയാണ് ഇതിന്റെ ന്യൂസ് വരുന്നത്. അതായത് വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 15-ാം തീയതി പറയുമ്പോൾ തിങ്കളാഴ്ച ആയിരിക്കാം, അല്ലെ? ചൊവ്വാഴ്ചയാണ് 15. അപ്പോ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ഇവരെ കണ്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, കേട്ടിട്ട്, അതായത് വീട്ടുകാര്, ജിസ്മോളുടെ വീട്ടുകാര് അവരെ യാതൊരു രീതിയിലും ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അതായത് ജിസ്മോളുടെ അച്ഛനോ ആങ്ങളയ്ക്കോ. അപ്പൊ ഈ 2 ദിവസം ഗ്യാപ്പിൽ ആ വീട്ടില് എന്തൊക്കെയോ നടന്നു. തന്മൂലം ജിസ്മോൾ മരണപ്പെടുകയും ആ പാലത്തിന്റെ അവിടെ നമ്മളെ കണ്ടില്ലേ, ആ പാലത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വന്നിട്ട് വേണം ബോഡി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിന് ബാക്കി ഇതിനകത്ത് കൺക്ലൂഷൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ക്രിട്ടിക് ഭാസ്കർ എന്നാണ് ചാനലിൻ്റെ പേര്. ആ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഈ 15-ാം തീയതി
ഇവര് മരിച്ചു എന്ന വാർത്ത അറിയുന്നു. 14-ാം തീയതി ഇവരെ പാരൻസ് വിളിക്കുന്നു, റിപ്ലൈ ചെയ്യുന്നില്ല, ഫോൺ ആരും ആൻസർ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇവരുടെ സുഹൃത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് വിഷു ആശംസകൾ അയച്ചിട്ട് ഒരു ഫോണിലേക്ക് മെസ്സേജ് അയച്ചു, അത് അവർ വായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 14-ാം തീയതി എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്? ഒന്നല്ലെങ്കിൽ ആ 14-ാം തീയതി ഉണ്ടായിട്ടുള്ള അവർ വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക്, ഏതൊരു കല്യാണത്തിന് ശേഷം വീട്ടിലേക്ക് വന്നാണെന്ന് പറയുന്നു. പിന്നീട് അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ സന്തോഷം കെടുത്തുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ആ വഴക്കിനിടയിൽ ഇവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയി പുഴയിലിറങ്ങുക, അല്ലെങ്കിൽ ഈ ഫൈൻഡിങ്സ് ഒക്കെ തെറ്റാണെന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ടി വരും. ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേട്ടോ, ജിസ്മോളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഇവരുടെ കൂടെ പഠിച്ചതാണ്, ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചതാണ്. തിരുവനന്തപുരത്ത് നോട്ടറിയുടെ ആവശ്യമായിട്ട് പോകുന്ന സമയത്തൊക്കെ ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുള്ളതാണ്. വളരെയധികം അടുപ്പുള്ള ആളാണ്. അവർ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലാക്കാൻ പോകുന്ന സമയത്ത് കുട്ടിക്കെന്തോ പെട്ടെന്ന് വയ്യായിക വന്ന് അങ്ങനെ ഇവിടെ പെട്ടെന്ന് മടങ്ങുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച് കണ്ണു നിറഞ്ഞ് വന്ന ഒരവസ്ഥ അന്നേരം ഉണ്ട്. അപ്പം അത്രയും അടുപ്പമുള്ള വ്യക്തിയാണ്. അയാളുടെ ഒരു മെസ്സേജ് ഫോണിൽ വന്നു കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ആള് ഒരു നാച്ചുറൽ സൈക്കോളജി അയാളോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു നിമിഷത്തെ അതിജീവിക്കാനായിട്ട് ആ ഒരൊറ്റ മെസ്സേജ് മതി. പക്ഷെ ആ മെസ്സേജ് കണ്ടിട്ടില്ല, ഈ അപ്പനും അമ്മനും ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ 14-ാം തീയതി രാത്രി എന്തോ ദുരൂഹതയുണ്ട്. ഈ വിനോദ് ഭാസ്കർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകും തോറും ഇതിൽ ദുരൂഹത പുറത്തു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് മനസ്സിൽ വരുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.